മച്ചേ പോട്ടെ, പോയിട്ട് വരാം. വിളിക്കാം. പെരിക്കല്ലൂർ. ഞാൻ പോയിട്ട് വരാം കേട്ടോ. നേരം വെക്കാണെങ്കിൽ വിളിക്കാം. രാത്രി നിൽക്കലുണ്ടാവരമ്മ. പുതിയ സൈറ്റ് തുടങ്ങായതും കൊണ്ട് ചിലപ്പോൾ കുറച്ചധികം സമയം നിൽക്കേണ്ടി വരും. നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്? ഒരുപാട് ദിവസമായി. എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 10-15 ദിവസത്തിന് മുകളിലായി. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഭാര്യയും മോനും പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. കുറച്ച് ദിവസമല്ല, ഒരു 1.5 ആഴ്ചയായി. അപ്പോൾ ഓരോരോ വീട്ടിലാണുള്ളത്. അവിടെ മിന്നുവിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ സൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ കുറേ ദിവസമായാലും ഒരു വീഡിയോ എടുത്തിട്ട് വിശേഷങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരമായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണാം. ഇന്നലെ രാത്രി ഫുള്ള് വർക്കായിരുന്നു. രാവിലെ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് സൈറ്റിലേക്ക് പോയിട്ട് രാവിലെ 5:30ക്കാണ് ഞാൻ സൈറ്റിൽ നിന്ന് തിരിച്ചു വരുന്നത്. 1 മണിക്കൂർ ഉറങ്ങി. 7:30 വരെ ഉറങ്ങി. ഇപ്പോൾ ആ സമയം 8 മണിയായി. നേരെ സൈറ്റിലേക്ക് പോവാം. അമ്മ സാധനങ്ങളൊക്കെ പാക്കാക്കി തന്നിട്ടുണ്ട്, വെള്ളം കാര്യങ്ങളൊക്കെ. പണിക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയായിട്ട് പണിക്കാർ നാട്ടിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നാണ് വന്നത്. അപ്പം എൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് പുൽപ്പള്ളി പെരിക്കല്ലൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ ഇൻ്റർലോക്കിൻ്റെയും സ്റ്റോണിൻ്റെയൊക്കെ വർക്ക്, സ്ക്വയർ ഫീറ്റ് മൊത്തം വർക്ക് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക്. എൻ്റെ കൂടെ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ട്, എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. നമ്മളെ സ്വന്തം നാട്ടിലാണുള്ളത്, ചെതലയത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി സൈറ്റിലേക്ക് പോകേണ്ടത്. പണിക്കാർ ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ. ഏകദേശം ഒരാഴ്ചക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഇവിടെ നല്ല അടിപൊളി മഴ പെയ്ത് അതുകൊണ്ട് തന്നെ വർക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതേനും. അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വർക്കേഴ്സൊക്കെ പാലക്കാടുകാരാണ് കേട്ടോ. പാലക്കാടല്ല, തിരൂരുകാരാണ്. അവിടെ നിന്നാണ് അവർ ഇന്നലെ രാത്രിയാണ് എത്തിയത്. പോവാ വേറെ. അപ്പോൾ രാത്രിയാണ് എത്തിയത്. അപ്പോൾ ഞാൻ എൻ്റെ നമ്മളെ സൈമ ലൈബ്രറി, പിന്നെ നമ്മളെ സ്വന്തം മൗലക്കായിൻ്റെ കട, നൗഷാദക്കായിൻ്റെ ചിക്കൻ കട, ഞങ്ങളെ ക്ലബ്ബ്, തൊട്ട് ബേക്കിൽ പള്ളി, മദ്രസ കാര്യങ്ങളൊക്കെ അവിടെ. അപ്പോൾ അവർ നമ്മൾ വർക്കേഴ്സിൻ്റെ റൂം ഇതാ കാണുന്ന അവിടെയാണ് കേട്ടോ റൂം. അപ്പോൾ അവിടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മളെ വീഡിയോയിൽ ഞങ്ങളെ വർക്ക്, അതായത് ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ പിന്നെ സ്റ്റോണ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വാട്ടർ ലെവൽ ചെയ്യുക, എത്ര അളവിലാണ് നമ്മൾ സാധാരണ വാട്ടർ ലെവൽ ചെയ്യാറ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും വിശദമായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് വർക്ക് ചെയ്യാനുള്ള വീട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളംകൊല്ലി എത്തുന്നതിന് മുമ്പ് 33 എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. പെരിക്കല്ലൂർ എത്തുന്നതിന് മുമ്പ് 33 എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമുക്ക് വർക്ക്. ഇന്ന് ഞങ്ങൾ പരിപാടി വെച്ചാൽ വാട്ടർ ലെവലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക. വർക്കുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം.
ഞാൻ വിചാരിച്ചതുപോലെ തന്നെ രാവിലെ വന്നത് മുതൽ നല്ല വെടിച്ചിൽ പണിയായിരുന്നു കേട്ടോ. കാരണം പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല, നല്ല കല്ലോട് കൂടി മിക്സായിട്ടുള്ളൊരു മണ്ണായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പാറ പോലത്തെ മുറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ വെട്ടിപ്പൊളിച്ച് അത് എടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. മണ്ണ് ലെവലാക്കുക എന്നുള്ളത് വലിയൊരു പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ചിരട് വലിച്ച് വെച്ചേക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ വാട്ടർ ലെവൽ. നമ്മൾ സ്റ്റെപ്പ്, അതായത് മുകളിൽ സ്റ്റെപ്പ് വരുന്ന എത്ര അളവാണ് സ്റ്റെപ്പിന് വരുന്നത്, ആ അളവിലാണ് നമ്മൾ താഴേക്ക് വാട്ടർ ലെവൽ ചെയ്യുക. നമ്മൾ കല്ലിൻ്റെയും അതുപോലെ തന്നെ ചിപ്സിൻ്റെയും അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ച് അളവിലാണ് നമ്മൾ മൊത്തം വാട്ടർ ലെവൽ ചെയ്യുക. വാട്ടർ ലെവൽ 2 സൈഡും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ഗേറ്റാണ് വെക്കുന്നതെന്നാണ് പറഞ്ഞത്, അകത്തേക്ക് തുറക്കുന്ന ഗേറ്റാണ് വെക്കുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാണ് കല്ലിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഏരിയ നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്. നമ്മളിങ്ങനെ ചെയ്തു പോവുകയാണ്. വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ വർക്കാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു വർക്ക്. കാരണം ഇത് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫില്ലായി കിട്ടുള്ളൂ. കൂടുതലായാലും കുറവായാലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ 1 ഇഞ്ച് അളവിൽ മെറ്റൽ വരുന്ന, അതായത് 6 mm ചിപ്സ് വരുന്ന രീതിക്ക് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ ഏകദേശം ഞങ്ങളത് ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലായിരുന്നു. ഇന്നത്തെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോവാണ്. ഇനി നമുക്ക് ഇവിടെ കല്ല് ലോഡ് വന്നതിന് ശേഷമാണ് ഇനി അടുത്ത പണിയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഈ സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാവുള്ളൂ. അപ്പോഴത്തേക്കാണ് സ്റ്റോൺ വരുള്ളൂ. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്, നാച്ചുറൽ സ്റ്റോൺ ആണ് വരുന്നത്. അപ്പോൾ ദാ വീട്ടിലെത്തി. ഇന്ന് നല്ല തകൃതിയായിട്ടുള്ള പണിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ പണി ആയതുകൊണ്ട്, ലെവലിംഗ് ആയതുകൊണ്ട് വീഡിയോ എടുക്കൽ ലേശം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കഴിയുന്ന പോലെ ചെറിയൊരു വീഡിയോ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസൊക്കെ ചെയ്യണം. ഇനി എന്തായാലും നല്ല വീഡിയോസൊക്കെ വരും ഉറപ്പായിട്ടും. നല്ല വീഡിയോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ അതാ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു സിനിമക്ക് പോകണമെന്ന്. കുറേ ആയി പോയിട്ട്, ഒരുപാടായി ഒരു സിനിമക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് സുഹൃത്തുക്കളെല്ലാവരും കൂടിയും സിനിമക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി കഴിഞ്ഞതേനു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് സിനിമക്ക് വരണം, നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞിട്ടതാ ഇവിടുന്ന് ഇനി നേരെ കുളിക്കുക, ഫ്രഷ് ആവുക, എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക. ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ ഇവിടുന്ന് ഞാൻ ലേശം ചായയും കുടിച്ച് പോയതാണ്. ചായ അല്ല, ഒരു പത്തിരിയും കഴിച്ചു, ഒറ്റ പത്തിരിയും കഴിച്ചു, ലേശം ഹോർലിക്സും കഴിച്ചിട്ട് രാവിലെ ഇവിടുന്ന് പോയതാണ്. ഭക്ഷണം കഴിക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലില്ലാത്തത് കൊണ്ടാണ്. സത്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് ഇനി വരും. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട് മനസ്സിൽ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വിഷമം. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, മനസ്സിൻ്റെ വിഷമം മാറിക്കിട്ടാൻ, വേദനകൾ മാറിക്കിട്ടാൻ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയൊരു ദിവസം വരാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം.